ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. ഇത് ഈ പൈനാപ്പിൾ വെച്ച് നമുക്ക് നല്ലൊരു പുളിശ്ശേരി ഉണ്ടാക്കാം. പൈനാപ്പിളിനെ എല്ലാം ഞാൻ നല്ലപോലെ ചെത്തി വൃത്തിയാക്കി ആ മിഡിലിൽ ആ നടുക്കുള്ള ആ പോർഷനില്ലേ അതെല്ലാം ഇളക്കി മാറ്റിയിട്ട് ഈ കഷ്ണത്തിനെ നമുക്ക് മൂന്നാക്കി ഇങ്ങനെ വരഞ്ഞു കൊടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ വരഞ്ഞിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കാം. ഇതുപോലെ കണ്ടില്ലേ, പൈനാപ്പിളിൻ്റെ ഞാനൊരു 1/4 ഭാഗം പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഒരു ചട്ടിയിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ച പൈനാപ്പിളും അതിലോട്ട് ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം എരിവുള്ള പച്ചമുളക്, ഇച്ചിരി വേപ്പിലയും ഇട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഞാനൊരു ഏകദേശം 1 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ട് ഇനി ഇത് നല്ലപോലെ വേവണം. ഇച്ചിരി വേവുള്ള പൈനാപ്പിളിന് അത്യാവശ്യം വേവുണ്ട്. അതുകൊണ്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച്, കണ്ടില്ലേ, ഈ ഗ്ലാസ്സിന് ഒരു 1.5 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കി ഇതൊന്ന് വേവാൻ വെക്കാവേ. ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് വെന്തോട്ടെ. വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിന് വേണ്ടുന്ന ഒരു അരപ്പുണ്ടാക്കാം. അതവിടെ അടച്ചു വെച്ച് നല്ല രീതിയിലൊന്ന് വെന്ത് വരട്ടെ. ഒരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ കണ്ടില്ലേ ഏകദേശം 1 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, ഇത്രയും ചെറിയ ജീരകം ഇട്ട് ഒരു നുള്ളിക്ക് മഞ്ഞൾപ്പൊടി, കാരണം നമ്മൾ പൈനാപ്പിളിന് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല മഷി പോലെ ഈ തേങ്ങാനെ അരച്ചെടുക്കണം. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണേ. ഇത് കണ്ടില്ലേ, ഇതുപോലെ നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ പൈനാപ്പിളൊക്കെ അത്യാവശ്യത്തിന് വെന്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നല്ല രീതി ഈ പൈനാപ്പിൾ വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് ഉപ്പൊക്കെ പിടിച്ച് നല്ല ഇതായിട്ടിരിപ്പുണ്ട്. നല്ലപോലെ വെന്ത പൈനാപ്പിളാണ്. ഇനി ഇതിലോട്ട് നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ച് വെച്ച തേങ്ങയുടെ അരപ്പില്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുത്ത് ആ മിക്സിയുടെ ജാറിലോട്ട് ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് അതും കൂടെ നമുക്ക് ഈ അരപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ. ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കണ്ടില്ലേ, നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് തിളച്ച് വരട്ടെ. അരപ്പിൻ്റെയൊക്കെ ഒരു പച്ചച്ചുവയൊന്ന് മാറണേ. ജസ്റ്റ് ഒന്ന് കണ്ടില്ലേ തിളച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യാം. ഇനി അത് മാറ്റി വെക്കാവേ. ഇനി ഞാൻ മിക്സിയുടെ ജാറിലോട്ട് 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തൈര് ഇട്ട് ഒന്നടിച്ച് അത് ഈ പൈനാപ്പിൾ പുളിശ്ശേരിയിലോട്ട് ഒഴിച്ച് നല്ലപോലെ മിക്സാക്കി എടുക്കണേ. ഇനി ഇത് അടുപ്പിൽ നിന്ന് അങ്ങ് മാറ്റാം. ഇനി ഇതധികം ഗ്യാസ് അടുപ്പിൽ വെച്ചേക്കണ്ട. കണ്ടില്ലേ, ഇത് അടുപ്പിൽ നിന്ന് അങ്ങ് മാറ്റാം. ഇനി ഈസി ഒരു താളിപ്പം കൂടെ ഒഴിച്ചാൽ നല്ല ടേസ്റ്റി പൈനാപ്പിൾ പുളിശ്ശേരി റെഡി. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ നല്ല ചൂടാകുമ്പം വേണം നമ്മളൊരു 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുകൊന്ന് നല്ല പൊട്ടി വന്നപ്പോഴത്തേക്കും 1/4 ടീസ്പൂൺ ഉലുവായും ഇട്ട് ഇച്ചിരി ഉണക്കമുളകും വേപ്പിലയും കൂടി ഇട്ടിട്ട് ആ പുളിശ്ശേരിക്ക് ഒരു കളറ് കിട്ടാൻ, ഒരു മൊഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ മാറ്റി വെച്ചേക്കുന്ന പുളിശ്ശേരിയില്ലേ അതിലോട്ട് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കുക. കണ്ടില്ലേ, താളിച്ചൊഴിച്ചപ്പോൾ നല്ല ഭംഗിയായി അല്ലേ. അത് ചൂടോടെ തന്നെ മിക്സ് ചെയ്യണേ. എണ്ണയിലെ മഞ്ഞൾ എല്ലായിടത്തും നല്ലപോലെ പിടിച്ചോട്ടെ. അപ്പോൾ ആ ചൂടോടെ തന്നെ മിക്സ് ചെയ്ത് ഈ കാഴ്ചയിലെ ഭംഗി പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല ബീഫ് വരട്ടിയതിൻ്റെ കൂടെ ഫിഷ് ഫ്രൈൻ്റെ കൂടെ
നല്ല കുത്തരി ചോറിലോട്ട് ദേ ഈ പുളിശ്ശേരിയും കൂടെ ഒഴിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റി പൈനാപ്പിൾ പുളിശ്ശേരി എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണേ.